മനുഷ്യരാരും തന്നെ സമ്പൂർണരല്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഓരോ മനുഷ്യനിലും ഉണ്ടാവും. ആരും സമ്പൂർണരല്ല. പക്ഷേ ഒരു മനുഷ്യനെ കുറെ ആളുകൾ കൂടിയിട്ട് ഇയാൾ എന്തോ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊക്കി 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 ഇങ്ങനെ കൊണ്ടു നടന്നാൽ കുറെ കഴിയുമ്പോൾ അയാൾക്കും തോന്നും ഞാൻ എന്തോ ഒരു സംഗതിയാണ് എന്ന്. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഉയർത്തി കയറി 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 മുകളിലങ്ങ് എത്തിയിട്ട് അവിടുന്ന് പൊത്തോന്ന് താഴെ വീഴും. പിന്നെ ഒന്നും ഉണ്ടാവില്ല, തകർന്ന് തരിപ്പണമായി പോകും. സഖാവ് പിണറായി വിജയന് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചപ്പോ അതിന് ചുറ്റും ഉണ്ടായിരുന്ന കുറെ ആളുകൾ, അത് പാർട്ടി പ്രവർത്തകർ മൊത്തം എന്ന് പറയാനൊന്നും വയ്യ, കുറച്ച് ആളുകൾ എന്തോ ഒരു 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 മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഭൂഗോളം ഉണ്ടായത് തന്നെ പിണറായി വിജയൻ കേരളം ഭരിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ അയാൾക്ക് തോന്നി ഞാൻ എന്തോ ഒരു സംഗതിയാണ് എന്ന്. ആ തോന്നൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ കുറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഓക്കി പ്രളയം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ ചെയ്തതാണ്. അതായത് തോണിയിലേക്ക് കയറാൻ വേണ്ടി തോട് വെച്ചു കൊടുത്തത് പിണറായി വിജയനായിരുന്നു. മലപ്പുറത്തു നിന്നൊക്കെ ആളുകൾ ചെന്നിട്ട് അമ്പലവും ചർച്ചും ഒക്കെ വൃത്തിയാക്കിയപ്പോൾ അതൊക്കെ ചെയ്ത് പിണറായി വിജയനായിരുന്നു. കടലിൽ നിന്ന് അവരുടെ ഉപജീവന മാർഗമായ ബോട്ടുകളും തോണികളും ഒക്കെ റോട്ടിലോട്ട് വലിച്ചു പഴച്ച് കൊണ്ടുവന്നിട്ട് ഈ ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ പിണറായി വിജയനായിരുന്നു. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ കേരളം ഒന്നടങ്കം അങ്ങോട്ട് നീങ്ങി അവിടുത്തെ ആകാവുന്നത്ര മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തി മരിച്ചുപോയവരെയും ശരീരം ചിഹ്നരായി പോയവരൊക്കെ എങ്ങനെയൊക്കെയൊക്കെ കൂട്ടിപ്പെറുക്കി കൊണ്ടുവന്നിട്ട് അവരൊക്കെ അടക്കം ചെയ്തു. ഇതൊക്കെ പിണറായി വിജയൻ ചെയ്തായിരുന്നു. കൊറോണ ഉണ്ടായി, നിപ്പ വന്നു. ഈ സമയത്തൊക്കെ മനുഷ്യർ കുറെയൊക്കെ മരിച്ചുപോയി. മരിച്ച ആളുകളെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് അടക്കം ചെയ്തു, ആളുകളെ ശുശ്രൂഷിച്ചു, ഒരുവിധം കഴിയുന്ന ആളുകളൊക്കെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ പിണറായി വിജയൻ ചെയ്തായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് തന്നെ എന്തോ ഒരു ദൈവിക പരിവേഷം, അയാൾക്ക് തോന്നുകയാണ് ഞാൻ എന്തോ ഒരു സംഗതിയാണ് എന്ന്. ഇത് അയാളുടെ കുറ്റമല്ല, അയാളെ കുറ്റപ്പെടുത്തരുത്. ഇത് ചുറ്റും കൂടിയ ആളുകളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സഖാക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും അയാളെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്, അയാൾ സ്വസ്ഥമായി ജീവിക്കട്ടെ. ഇപ്പോഴും നിയമസഭയിലൊക്കെ കാണുന്നത് അയാൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും അയാൾക്ക് തോന്നുകയാണ് എന്തോ ഒരു അയാൾ വിഡ്ഢിത്തങ്ങൾ പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു, അതിൽ ചെളിവെള്ളമായിരുന്നു എന്നതിന് തെളിവായിട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നത് റോട്ടിൽ വീണ വെള്ളം, ആ വെള്ളം കുപ്പിയിലാക്കിയിട്ട് ആരോ കൊടുത്ത്, ഈ കുപ്പിയിലാക്കുന്നതും ഇതൊരു മുൻ മന്ത്രി കൊണ്ടു നടക്കുന്നതും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നേരത്തെ തന്നെ. എന്നിട്ട് അത് തന്നെ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് വലിയ കാര്യമായിട്ട് കൊണ്ടുവരാണ് പിണറായി വിജയന്. പക്ഷേ പിണറായി വിജയൻ മറ്റൊരു രീതിയിൽ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, കരുണാകരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു കാലത്ത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലത്ത്, ലോക്കപ്പിൽ പോലീസിന്റെ പീഡനമേറ്റിട്ട് ചോരവാർന്ന് ആ ചോരവാർന്ന കുപ്പായവുമായി വന്ന് ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് ഇതാ നിങ്ങളുടെ പോലീസ് എന്നോട് കാണിച്ച ക്രൂരതയാണ് എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ. ഇങ്ങനെ ഒരു പിണറായി വിജയൻ നമുക്കറിയാം. പിണറായി വിജയന് CPIM ഇടതുപക്ഷം ഇവിടെ കുറെ സംഗതികൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഇതിലൊക്കെ എന്തൊക്കെയൊക്കെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്ന് മനസ്സിലായിട്ടുണ്ട് സാധാരണ പ്രവർത്തകർക്ക്. ഇങ്ങനെ നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സഖാവ് പിണറായി വിജയൻ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നമ്മൾ കേൾക്കണം, വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ, വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് കേട്ടോ, അങ്ങനെ ഞങ്ങൾ അങ്ങ് തകരൂല കേട്ടോ, ഞങ്ങൾ ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരും ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടോ കുറെ കേട്ടു. ഈ ടോ വരുന്ന എവിടുന്ന അറിയോ? ഇയാളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു 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 എന്തോ ഒരു സാധനം കയറി കിടക്കുന്നുണ്ട്. ഇത് ഈ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ചുറ്റുമുള്ള ആളുകളോടാണ്, ഒന്ന് മാറിക്കൊടുക്കി, അയാളൊന്ന് കാറ്റുകൊള്ളട്ടെ, അയാളൊന്ന് ജീവിക്കട്ടെ, അയാളൊന്ന് സ്വസ്ഥമായി ശ്വാസം വലിക്കട്ടെ, എന്നിട്ട് ഒരു പഴയ കാലത്തുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് പിണറായി വിജയൻ വീണ്ടും തിരിച്ചു വരട്ടെ. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമരങ്ങൾ ചെയ്യാനുണ്ട്. ഭരണപക്ഷം അങ്ങനെ 100% സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മൾ UDF പിന്തുണച്ചിരുന്നു, വോട്ട് ചെയ്തിരുന്നു, അതിൽ സന്തോഷിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ PM ശ്രീ ആയാലും RSന്റെ കടന്നുകയറ്റമായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കളി ആയാലും ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കൂട്ടമായിട്ട് സമരം ചെയ്യേണ്ടതുണ്ട്.
അത് നമുക്കൊരു ആരോഗ്യം ഉണ്ടാവേണ്ടതുണ്ട്, ഒരു ഒരു കൃത്യമായൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ട്. അവിടെ നമ്മളിങ്ങനെ എന്തോ ഒരു ദൈവീക പരിവേഷത്തിൽ, ഒരു അമാനുഷികമായ പരിവേഷത്തിൽ ഒരു മനുഷ്യനെ വെച്ച് നിന്നാൽ അയാൾ ഇങ്ങനെ ഇടക്കിടക്കിങ്ങനെ തട്ടിപ്പടച്ചുകൊണ്ട് വെക്കും. അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കൊടുക്കി. അയാൾ ഒരു മനുഷ്യനായിട്ട്, ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കട്ടെ. അത് ഈ കേരളത്തിന് ഗുണം ചെയ്യും.